Yo guys, welcome back to another brand new video. സോ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് എങ്ങനെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കുന്നതിന് മുന്നേ ഒരു പെയറിനെ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യാം പ്രോപ്പറായിട്ട് മനസ്സിലാക്കി തരാം. ഓക്കെ, സോ ഞാൻ ഏറ്റവും ഫസ്റ്റ് മന്ത്ലി ടൈം ഫ്രെയിം എന്നാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിം നമ്മൾ എപ്പോഴും നോക്കേണ്ട ആവശ്യം വരില്ല. വൺസ് ഇൻ എ മന്തോ അല്ലെങ്കിൽ ഒരുപാട് ടൈം ഗ്യാപ്പ് ഇട്ടിട്ട് നോക്കിക്കഴിഞ്ഞാലും കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, മന്ത്ലി ടൈം ഫ്രെയിമിൽ ഏറ്റവും റീസെൻ്റ്ലി ഏത് ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത് എന്നുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ പറ്റും ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ബ്രേക്ക് ഫൈൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്രേക്ക് വരുന്നതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു റീട്രേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, സോ മാർക്കറ്റ് റീസെൻ്റ്ലി ബ്രേക്ക് ചെയ്തൊരു സ്ട്രക്ചർ, അതുപോലെ റീസെൻ്റ്ലി ഫോം ചെയ്ത ഹൈ ആൻഡ് ലോ. ഓക്കെ, സോ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇതിനൊരു സ്വിങ് ഹൈ ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ത് ചെയ്യാം, നമ്മളിതിനെ മാർക്ക് ചെയ്യാം. അതുപോലെ അടുത്തൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് ഇതിനെ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മളെ കറണ്ട് ട്രേഡിംഗ് റേഞ്ച് മന്ത്ലിയിലെ. നമുക്ക് ടെസ്റ്റ് ചെയ്യാത്ത സപ്ലൈ സോൺസ്, അതുപോലെ ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും ഹയസ്റ്റ് ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇവിടെ ഒരു ടെസ്റ്റ് ചെയ്യാത്ത സപ്ലൈ സോൺ കാണാൻ കഴിയും. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഈ ഒരു മൂവ്മെന്റും സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ റീസെൻ്റ്ലി ഉള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അതിൻ്റെ ശേഷം ട്രേഡിംഗ് റേഞ്ച്, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാത്ത സപ്ലൈ സോൺസുകൾ. ഓക്കെ, സപ്ലൈ ഓർ ഡിമാൻഡ്. ഈ ഒരു കേസിൽ നമുക്ക് താഴോട്ടാണ് ബ്രേക്ക് വന്നിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ സപ്ലൈ ആണ് നോക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തായി നോക്കാനുള്ളത് ഫെയർ വാല്യൂ ഗ്യാപ്സ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാത്ത ഫെയർ വാല്യൂ ഗ്യാപ്സ്. ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടുന്ന് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഈ ഒരു പോയിന്റിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും, ചെറിയൊരു ടൈനി ഫെയർ വാല്യൂ ഗ്യാപ്സ്. ഓക്കെ, സോ അത് ഓൾറെഡി ഫിൽഡ് ആണ്. ഇപ്പം നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാത്ത ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഈ ഒരു പോയിന്റ് തൊട്ടിട്ട് അതുപോലെ ഇതുവരെ. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു മന്ത്ലി ഫില്ല് ചെയ്യാത്ത ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ അടുത്തതായിട്ട് ലിക്വിഡിറ്റി പോയിന്റ്സ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇന്റേണലി ഫോം ചെയ്തിട്ടുള്ള ലിക്വിഡിറ്റി, ഇതൊരു ലിക്വിഡിറ്റി ആണ്. അതുപോലെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അടുത്തൊരു ലിക്വിഡിറ്റി പോയിന്റ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് അടുത്തൊരു ലിക്വിഡിറ്റി പോയിന്റ്സുകൾ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് റീസെൻ്റ്ലി ബ്രേക്ക് ഏത് സൈഡിലേക്കാണോ എന്നുള്ളത് എന്ത് ചെയ്തു, നമ്മൾ ഫൈൻഡ് ചെയ്തു താഴോട്ട്. അതുപോലെ ആ ഒരു താഴോട്ട് ബ്രേക്ക് ചെയ്ത സമയത്ത് ഫോം ചെയ്തിട്ടുള്ള ഹൈ ആൻഡ് ലോസ്, ഇതാണ് നമ്മളെ കറണ്ട് ട്രേഡിംഗ് റേഞ്ച്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ട്രേഡിംഗ് റേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം. ഓക്കെ, ഇതാണ് നമ്മളെ കറണ്ട് ട്രേഡിംഗ് റേഞ്ച്. ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് 50% ഒരു മന്ത്ലി പ്രീമിയം ലെവലിലാണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് ഫെയർ വാല്യൂ ഗ്യാപ്സ്. ഓക്കെ, അതുപോലെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ്. ബി കേസിൽ സപ്ലൈ ആണ് നോക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ലിക്വിഡിറ്റി പോയിന്റ്സ്. ഓക്കെ, ഇപ്പോൾ ലിക്വിഡിറ്റികൾ നമ്മൾ ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി, അതുപോലെ ഇവിടെ നമുക്കൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി കാണാൻ കഴിയും. അതുപോലെ ഇവിടെ നമുക്ക് ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിയും കൂടി കാണാൻ കഴിയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മന്ത്ലിയിൽ കാണാൻ കഴിയുന്നത്. ഇനി ഈ ഒരു സെയിം തിങ് വീക്ക്ലിയിൽ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റീസെൻ്റ്ലി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോയിന്റ് ആണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഓക്കെ, ആ ഒരു ബ്രേക്ക് വരുന്നതിന് മുന്നേ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, മേലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. സോ നമ്മളെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഈ ഹൈ ടു ഈ ലോ വരെയാണ്. അപ്പൊ നമ്മളെ വീക്ക്ലിയിലെ ഏറ്റവും റീസെന്റ് ബ്രേക്ക്, അതുപോലെ നമ്മുടെ ട്രേഡിംഗ് റേഞ്ച്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ട്രേഡിംഗ് റേഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ടെസ്റ്റ് ചെയ്യാത്ത സപ്ലൈ സോൺസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു എക്സ്ട്രീം പോയിന്റ്സ് എന്നാണ് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നത്. സോ മാർക്കറ്റ് ഈ ഒരു സപ്ലൈ ഓൾറെഡി എന്താണ്, മിറ്റിഗേറ്റഡ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഡിമാൻഡ്സ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ടെസ്റ്റ് ചെയ്യാത്ത ഡിമാൻഡ്സ്. സോ ഈ ഒരു ഡിമാൻഡും മാർക്കറ്റ് ഓൾറെഡി എന്താണ്, ടെസ്റ്റഡ് ആണ്. ഇനി നമുക്കിവിടെ ഒരു വീക്ക്ലി സപ്ലൈ സോൺസ് ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ,
ഇത് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് മാർക്ക് ചെയ്തിടാം. ഓക്കെ, പിന്നെ അടുത്തായിട്ട് നമുക്ക് ലിക്വിഡിറ്റി പോയിന്റ്സുകൾ. സോ നമുക്കിവിടെ ഇതൊരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഓക്കെ, അതുപോലെ ഇതും ഒരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മളെ റീസെന്റ് ലിക്വിഡിറ്റി പോയിന്റ്സുകൾ. ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. റീസെന്റ് ബ്രേക്ക്, ട്രേഡിംഗ് റേഞ്ച്, അതുപോലെ സപ്ലൈ, പിന്നെ അതുപോലെ ഫെയർ വാല്യൂ ഗ്യാപ്സ്. നമുക്കിവിടെ ഫില്ല് ചെയ്യാത്ത ഫെയർ വാല്യൂ ഗ്യാപ്സ് ഓൾറെഡി ഒക്കെ ഫിൽഡ് ആണ്, നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഓക്കെ, സോ ഈ ഒരു തിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരണം. ഓക്കെ, എന്നിട്ട് സെയിം തിങ് നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി ടൈം ഫ്രെയിമിൽ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഡെയിലിയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഡെയിലിയിൽ റീസെൻ്റ്ലി നമ്മൾ ബ്രേക്ക് ചെയ്തതുള്ള ഈ ഒരു പോയിന്റ് മേലോട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്രേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ഒരു ലോ ഇതാണ്. ഓക്കെ, നമുക്ക് ഡെയിലിയിൽ അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു കാണാൻ കഴിയും. ഇവിടെ നമ്മളൊരു വീക്ക്ലി ഡിമാൻഡ് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇവിടെ നമുക്ക് ഒരു ലിക്വിഡിറ്റി ഗ്രാബ്, അതുപോലെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുവരെ മാർക്കറ്റ് മൂവ് ചെയ്ത സമയത്ത് നമ്മളെ കറണ്ട് ട്രേഡിംഗ് റേഞ്ച്, ഡെയിലിയിലെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെയാണ്. ഓക്കെ, സോ മാർക്കറ്റ് എന്ത് ചെയ്തില്ല, ആ ഒരു ലെവലിലെ 50% മാർക്കറ്റ് എത്തിയിട്ടില്ല. ഓക്കെ, സോ ഈ ഒരു 50% ലെവലിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, അത് കൺസിഡർ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു സോണ് ഇപ്പോൾ റീസെന്റ് അടുത്തൊരു ബ്രേക്ക് മാർക്കറ്റ് തന്ന സമയത്ത് ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു സോൺ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു ലെവലിൽ ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഇവിടുന്ന് മാർക്കറ്റ് മേലോട്ടേക്ക് പോകാനുള്ളൊരു സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മൈൻഡിൽ വെക്കുക, റീസെന്റ് ഉണ്ടായിരുന്ന ഒരു ട്രേഡിംഗ് റേഞ്ചിന്റെ ഒരു ഡിസ്കൗണ്ട് ലെവലിൽ എന്തെങ്കിലും ലെവൽസ് സോൺസ് മിഡിഗേറ്റ് ചെയ്യാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ സോണും ജസ്റ്റ് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്തിടാം. സോ ഇവിടുന്ന് മാർക്കറ്റ് എന്തെങ്കിലും കൺഫർമേഷൻസ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ലൈക്ക് ആ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള എക്സ്പെക്ടേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ട്രേഡ് എടുക്കാം. സോ കീപ്പ് ഇൻ മൈൻഡ്, ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, മൈൻഡിൽ വെക്കണം. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ട്രേഡിംഗ് റേഞ്ചിൽ ഏതെങ്കിലും മെഡിഗേറ്റ് ചെയ്യാത്ത സപ്ലൈ ഓർ ഡിമാൻഡ്സ്, ഈ ഒരു കേസിൽ നമുക്ക് ഡിമാൻഡ് ആണ്, മേലോട്ടാണ് ബ്രേക്ക് ചെയ്തിട്ട്. സോ അതെന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു സോൺസുകൾ മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഡെയിലി ടൈം ഫ്രെയിമിൽ നേരെ ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് വരാം. ഓക്കെ, സോ നമ്മൾ ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ഏറ്റവും റീസെൻ്റ്ലി ഫോം ചെയ്തിട്ടുള്ള സപ്ലൈ ഓർ ഡിമാൻഡ് മാർക്കറ്റ് ബ്രേക്ക് ഇതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ആ ഒരു ബ്രേക്ക് തന്ന സമയത്ത് ഫോം ചെയ്തിട്ടുള്ള ലോ ഇതാണ്, അതുപോലെ റീസെൻ്റ്ലി ഫോം ചെയ്തിട്ടുള്ള ഹൈ ഇതാണ്. സോ റീസെന്റ് ബ്രേക്ക്, ട്രേഡിംഗ് റേഞ്ച്, ആ ഒരു ഏരിയയിൽ ഫോം ചെയ്തിട്ടുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ്. സോ ഈ കേസിൽ മേലേക്കാണ് ബ്രേക്ക് ചെയ്തതിൽ ഡിമാൻഡ് ആണ്. സോ ഇനി ആ ഒരു ഏരിയയിലുള്ള ഫില്ല് ചെയ്യാത്ത ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ അത് ഓൾമോസ്റ്റ് ഫിൽഡ് ആണ്, ഇവിടെ നമുക്ക് കാണാൻ കഴിയും. മാർക്കറ്റ് എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ലിക്വിഡിറ്റി പോയിന്റ്സുകൾ. സോ ഈ ഒരു പോയിന്റ് നമുക്കൊരു ലിക്വിഡിറ്റി കാണാൻ കഴിയും. അതുപോലെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു റേഞ്ചിന്റെ ഇൻസൈഡുള്ള മേജർ ലിക്വിഡിറ്റി പോയിന്റ്സുകൾ ട്രേഡിംഗ് റേഞ്ച് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് ഫോർവേഡ് ടൈം ഫ്രെയിം വരെ വരണം. ഓക്കെ, ഫോർവേഡ് ടൈം ഫ്രെയിമിന്റെ 50% എബോവ് നമുക്ക് എന്തെങ്കിലും സപ്ലൈ സോൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ 50 മിനിറ്റ് കൺഫർമേഷൻ പ്രകാരം ആ ഒരു ഫോർവേഡ് സോണിന് 50 മിനിറ്റിലെ കൺഫർമേഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് നോക്കാം. അതുപോലെ ഡിമാൻഡിൽ നമ്മളെ ഡിസ്കൗണ്ട് ലെവലിലുള്ള ഏതെങ്കിലും ഡിമാൻഡ് ലെവലിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഏരിയയിലെ ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് മൈൻഡിൽ വെക്കുക, നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ടൈം ഫ്രെയിം ആയിട്ടുള്ള മന്ത്ലിയിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ഈ ഒരു കാര്യം റീസെന്റ് ബ്രേക്ക്, ട്രേഡിംഗ് റേഞ്ച്, സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ്, ഫെയർ വാല്യൂ ഗ്യാപ്സ്, ലിക്വിഡിറ്റീസ്. ഓക്കെ, അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം അടുത്തൊരു ടൈം ഫ്രെയിമിൽ, വീക്ക്ലിയിൽ, പിന്നെ ഡെയിലിയിൽ, പിന്നെ ഫോർവേഡിൽ. പിന്നെ നമ്മൾ എൻട്രി എടുക്കുന്നത് ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ഫോം ചെയ്യുന്ന ആ ഒരു ട്രേഡിംഗ് റേഞ്ചിന്റെ ഇൻസൈഡ് ആയിട്ട് വരുന്ന ഒരു പ്രീമിയം ലെവലിലുള്ള സപ്ലൈയും അതുപോലെ ഡിസ്കൗണ്ട് ലെവലിലുള്ള ഡിമാൻഡ്സും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എൻട്രീസിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട്
ഡെപ്ത് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഫോം കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.